ഇനി ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കട്ടെ. സുബ്ഹാനല്ലാഹ്, മൗലവി ഇപ്പൊ പത്തി മടക്കിയിരിക്കുകയാണ്. മുമ്പ് മൗലവിയുടെ വന്നിട്ട് ഇബ്നു കസീർ വായിച്ചു. എന്നിട്ട് മൗലവി പറഞ്ഞു, അതാ അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ല കയറും, അല്ല ഇറങ്ങും, അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹു തേരെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, കസേരമ കുത്തിരിക്കുന്നുണ്ട്, കാല് നീട്ടിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. മൗലവിയുടെ പ്രസംഗ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും അള്ളാഹിനെ പറ്റി വിശ്വസിക്കരുത്, അങ്ങനെ പറയരുത്. അപ്പൊ മൗലവി പറഞ്ഞു, അങ്ങനെ ഒന്നും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പിന്നെ സൃഷ്ടികളെ പോലെ എന്ന് പറയരുത് എന്നേ ഉള്ളൂ, പോലെ എന്ന് പറയരുത്, വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാ ഒരു കുഴപ്പമില്ല. അതിനെ ഞാൻ ഖണ്ഡിച്ചു. എങ്ങനെ ഖണ്ഡിച്ചു? മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ പരിഭാഷ വായിച്ചു ഖണ്ഡിച്ചു. അതൊന്ന് കൽപ്പിച്ചു കൊടുക്കുമോനെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചത് ഇവിടെ മൗലവി വന്നിട്ട് പറഞ്ഞില്ലേ, പടച്ചവൻ അർശിന്റെ മേലിരിക്കുന്നു എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കാല് താത്തിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുപോലെ മേപ്പോട്ടോക്കിട്ടോ താഴോട്ടോക്കിട്ടോ എന്ന് ഞമ്മക്കറിഞ്ഞൂടാ എന്ന് ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചില്ലേ നാദാപുരത്ത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം, അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അത് എന്നാൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ അതാ അമാനി മൗലവി എഴുതുന്നു, എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അല്ലാഹു അർശിന്മേലിരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അതുകൊണ്ട് അയാൾ നിർത്തിയോ? രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ സെലഫി, രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ മുജാഹിദേ. അതാ ഈമാൻ കിട്ടാതെ മരിക്കണ്ട. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അല്ലാഹു അർശിന്മേലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെ എന്ന് പറയണ്ട, സൃഷ്ടികളെ പോലെ എന്ന് പറയണ്ട. അല്ലാഹു അർശിന്മേലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് അതാ അമാനി മൗലവി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയുടെ 1102 പേജിൽ സൂറത്തുൽ അറാഫിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ശരിക്ക് കേട്ടോ, അമാനി മൗലവി പറയുന്നു, നിങ്ങളെ സെലഫി ഇവിടെ വന്നിട്ടല്ല പറഞ്ഞത്, നമ്മെപ്പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ എന്നല്ലേ. ജാഹിദുകളുടെ വാദം എന്താണെന്നോ, അള്ളാഹ്ക്ക് നമ്മെപ്പോലെ കൈയുണ്ടെന്നല്ല, നമ്മെപ്പോലെ അല്ല നമ്മൾ ഇറങ്ങും പോലെ ഇറങ്ങുമെന്നല്ല, നാം ഇരിക്കും പോലെ കസേരയിൽ ഇരിക്കുമെന്നല്ല, നമ്മെപ്പോലെ വിരലുണ്ട് എന്നല്ല, നമ്മെപ്പോലെ കണ്ണുണ്ട് എന്നല്ല. അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ. നമ്മെപ്പോലെ എന്ന് പറയണമെന്നില്ല. അർശിന്മേലിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റൂല, അത് സ്വീകരിക്കാൻ പറ്റില്ല. അമാനി മൗലവി പറയുന്നു, അല്ലാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. നമ്മെ പോലെ കണ്ടോ അവിടെ അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. നമ്മെ പോലെ എന്ന് പറയണമെന്നില്ല. അർശിന്മേൽ ഇരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റൂല, അത് സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ പരിഭാഷ വായിച്ചിട്ട് പറഞ്ഞു, നമ്മെപ്പോലെ എന്ന് പറയണമെന്നില്ല, അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ മൗലവി ഇപ്പൊ എന്താ പറഞ്ഞു, അമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പച്ചക്കള്ളം. അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല, പച്ചക്കള്ളം. എന്റെ മൗലവിന്റെ പകരം പിന്നൊരു വ്യാഖ്യാനം എന്താ പറഞ്ഞു, ഇസ്തവാ അലൽ അർശി എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനമാക്കിയതാ മൗലവി പറഞ്ഞത്. ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനമാക്കിയല്ലേ അർശിന്റെ മുകളിൽ ഇരുന്നു ഇവർ പറഞ്ഞതും, അല്ലാതെ വേറെ എന്തും കൂടി അടിസ്ഥാനമാക്കിയിട്ടാ, എന്നാ ഇന്നതും കൂടി അടിസ്ഥാനമാക്കിയിട്ടാ പറഞ്ഞെന്ന് പറയണ്ടേ അവര്? ഒരു
ഖുർആൻ പരിഭാഷ, നിങ്ങളെ ഖുർആൻ പരിഭാഷയെങ്കിലും വായിച്ച് പഠിച്ചുകൂടായിരുന്നോ? എന്നിട്ട് പോലെ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം തെറ്റിക്കാണ് ജനങ്ങളുടെ. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്കൊരു രസം കേൾക്കണോ? എന്താണ്? പോലെ, സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ എന്നാ മൗലവി പറഞ്ഞിരുന്നത്. എന്നാ പോലെ എന്ന് പറയണ്ട, അർശിന്മേൽ ഇരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റൂല എന്നാ മാനി മൗലവി, മുജാഹിദിന്റെ പരിഭാഷ. അത് വായിക്കിട്ടാ ഞാൻ ഗണ്ണിച്ചത്. മൗലവി കുടുങ്ങി. എന്നാ ഇനി ഞാൻ പറയട്ടെ, പോലെ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? സൃഷ്ടികളെ പോലെ എന്നെ ഈ മൗലവിമാര് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ കാഫിറാണെന്നും ഇവർ എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതാ കേൾപ്പിക്കാൻ പോന്ന്. നമ്മളെ സെലഫി തന്നെ ഒരു നിലക്കും അള്ളാന്റെ ഒരു സംഗതി ഉപമിച്ചൂടാ, പോലെ എന്ന് പറഞ്ഞൂടാ, പോലെ എന്നെവിടെ എന്ന് മുമ്പ് നമ്മളെ വെല്ലുവിളിച്ചിരുന്നു. ഞാൻ അതൊക്കെ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അതിരിക്കട്ടെ. എന്നാ മൗലവി എന്നെ പോലെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളി. ആദ്യം പറ്റൂല എന്ന് പറഞ്ഞത് കേൾപ്പിച്ചു. പോലെ എന്ന് പറ്റൂല ഏതെങ്കിലും സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കാണുന്നു സൃഷ്ടികൾ കാണും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നു സൃഷ്ടികൾ കേൾക്കും പോലെ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. പടച്ചവന്റെ കേൾവിയും അവന്റെ കാഴ്ചയും അവന്റെ എല്ലാം അവന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരാളോട് തുല്യപ്പെടുത്താനോ ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ പറ്റിയതല്ല. കൃത്യമായി വിശദീകരിച്ചു. മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫറ. ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. ഓർച്ചല്ലോ, വിഷയം ഓർച്ചല്ലോ. വെച്ചു കൊടുക്കുവാനെ അത് മൗലവിന്റെ വേറൊരു മൗലവിയാണ്. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അള്ളാഹു എറിയും. നിങ്ങൾ കണ്ടില്ലേ അള്ള എറിയുന്ന കോലം? കണ്ടില്ലേ അള്ള എറിയുന്ന കോലം മൗലവി കാണിക്കുന്നത്? കണ്ടില്ലേ? കുട്ടികൾ പന്തെറിയും പോലെ ഇങ്ങനെയാ കാണിക്കുന്നത്. അപ്പൊ പോലെ എന്ന് പറഞ്ഞാൽ കാഫിറാണ് എന്നല്ലേ മൗലവി പറഞ്ഞത്? നിങ്ങളെ നേതാവ് ഹനീഫ മൗലവിയാ ഒക്കെ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭാഷ പ്രകാരം ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. നിങ്ങൾ ഫഖദ് കഫറ എന്ന് നിങ്ങൾ പറഞ്ഞത് പ്രകാരം, നിങ്ങളെ അർത്ഥപ്രകാരം ഞാൻ ചോദിക്കട്ടെ, അതേ ഈ ഹനീഫ മൗലവിന്റെ അയ്യ പറഞ്ഞതനുസരിച്ച് കുട്ടികൾ പന്തെറിയും പോലെ അള്ള എറിയും എന്നയാൾ കാണിച്ചില്ലേ? അയാൾ പറഞ്ഞില്ലേ പോലെ എന്ന് പറഞ്ഞാൽ കാഫിറാണെന്നല്ലേ നിങ്ങൾ തന്നെ പ്രസംഗിച്ചത്? ഇനി അതാ നമ്മള് മൗലവി തന്നെ പറയുന്നു, ഒന്ന് കേൾപ്പിക്കുമോനെ. നാം ഒരു ധർമ്മം ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്നു. വയഖുദുഹാ ബിയമീനിഹി, അവന്റെ വലതു കൈ കൊണ്ട് അവനത് വാങ്ങുന്നു. ഫയുറബ്ബീഹാ, എന്നിട്ടതിനെ അവൻ വളർത്തി പരിപാലിച്ചുണ്ടാക്കുന്നു. ലിഅഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി. കമാ യുറബ്ബി അഹദുക്കും മുഹ്റഹു, ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ അതേപോലെ അള്ളാഹു നിങ്ങൾ നൽകുന്ന എത്ര തുച്ഛമായ സ്വതക്കയാണെങ്കിലും ഹത്താ ഇന്നൽ ലുഖ്മത ലതസീറു മിസ്ല ഉഹദ്, ഒരു ഉരുള അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പിടി ഭക്ഷണം അത് ഉഹദ് മലയോളമാക്കി തീർക്കുന്നു പടച്ചതമ്പുരാൻ. കേട്ടോ, നിങ്ങളിൽ ഒരാൾ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ പടച്ചവൻ വലത്തെ കയ്യിൽ വാങ്ങിയിട്ട് വളർത്തു മൗലവി പറഞ്ഞതാ. അപ്പൊ എന്തായി? സൃഷ്ടികളെ പോലെ എന്നായില്ലേ മൗലവി? നിങ്ങളല്ലേ പറഞ്ഞ സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ കാഫിറാവുന്നു. അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നത് പോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല. ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. ഇപ്പൊ മൗലവി എന്തായി പറഞ്ഞതനുസരിച്ച് എനിക്ക് കേൾക്കണോ? വിവരമില്ലാത്തവരും മതം പറയരുതെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. എനിക്ക് കേൾക്കണോ? നമ്മളെ സക്കരിയ സലാഹി അള്ളാഹിനെ കൊണ്ട് പോലെ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നാദാപുരത്ത് സർവ്വ മൗലവിമാരും ഇവിടെ നിന്ന് പിടിച്ചു കെട്ടും. ആ വെക്ക്. കേട്ടില്ലേ? കുട്ടികൾ പന്തെറിയും പോലെ അള്ള എറിയുന്നതാണ്. സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ ഫഖദ് കഫറ എന്ന് നേരത്തെ സലഫി പറഞ്ഞില്ലേ? അപ്പൊ മൗലവിമാരെ,
നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അനുയായികൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നതുപോലെ എന്ന് രൂപം പറയാൻ പാടില്ല. ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ അതേപോലെ അള്ളാഹു ഉപമിക്കാൻ പാടില്ല. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അള്ളാഹു അറിയും. മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അള്ളാഹു ഭൂമിയെ എറിഞ്ഞളയുന്നതാണ്. അള്ളാഹ്ക്ക് വലത്തുണ്ട് കൈ രണ്ട്, ഇടത്ത് കൈയില്ല എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ വികലാങ്ങനെ പോലെ പറഞ്ഞവരല്ലേ നിങ്ങള്? ഞങ്ങളെ വിശ്വാസം മുസ്ലിമീങ്ങൾക്കറിയാം. അല്ലാഹു അവയവങ്ങൾ ഉള്ളവനല്ല, അവൻ അവയവത്തിന്റെ ആവശ്യമില്ല. അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹ് സ്ഥലങ്ങളതീതനാണ്. അവൻ ഇറങ്ങലും കയറലുമില്ല. അതൊക്കെ സൃഷ്ടികളുടെ പ്രത്യേകതകളാണ്. അതൊന്നും പടച്ചവനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല. ഖുർആനിലും ഹദീസിലും വന്ന മുതശാബിഹായ ആയത്തുകൾ, ഹദീസുകൾ, അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ പറയാനുള്ളതല്ല, വ്യാഖ്യാനിക്കാനുള്ളതല്ല, അതേ ഭാഷ്യാർത്ഥം വെച്ച് വിശ്വസിക്കാനുള്ളതല്ല. അതൊക്കെ നമ്മൾ പലപുരു വിശദീകരിച്ചതാണ്. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, സക്കരിയ തന്നെ പറയുന്നത് കേട്ടോളി. അടുത്ത് കൈയില്ലേ ഒന്ന് വെച്ചുകൊടുത്തവനെ, വലത്ത് രണ്ട് കൈ അടുത്തില്ല എന്ന് വെച്ചുകൊടുത്താ പോലെ പറയട്ടെ. അവന്റെ രണ്ട് കൈകളും വലതാണ്. ലാ ഷിമാല ഫീഹിമ, ആ രണ്ട് കൈകളിലും ഷിമാലില്ല, ഇടതില്ല. കേട്ടില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, ഇടതില്ല, ഇടത് കൈയില്ല, വലത്ത് രണ്ട് കൈ. എന്നാ മൗലവിമാരെ, നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് കളിക്കുന്ന കളിയാണിത്. ഇത് നിങ്ങളെ അൽമനാറാണ്. എപ്പോഴുള്ള അൽമനാറ്? ഏറ്റവും ലേറ്റസ്റ്റ് 2009 ജനുവരി. ഈ അൽമനാർ സ്ക്രീനിൽ അങ്ങ് വായിച്ചോ സഹോദരന്മാരെ. ഇതിലെന്താ പറയുന്നത്? ഇതിൽ ഇവര് പറയുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ ഇവര് അൽമനാറിൽ പറയുന്ന അള്ളാഹ്ക്ക് ഇടത് കൈയുണ്ട്, അതിൽ ഭൂമി ചുരുട്ടിപ്പിടിക്കും. സക്കരിയ സലായി പറയുന്ന അള്ളാഹ്ക്ക് ഇടത് കൈയില്ല. ഞങ്ങൾ അൽമനാറ് വിശ്വസിക്കണോ, സക്കരിയാനെ വിശ്വസിക്കണോ, അല്ലെങ്കിൽ രണ്ടും വലിച്ചെറിയണോ? പറയൂ മൗലവിമാരെ, നിങ്ങൾ അള്ളാഹിനെ പറ്റിയാണ് കളിച്ചത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? രണ്ട് കൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വേറൊരു ബുക്കിൽ പറയുന്നത്, മുജാഹിദ് എന്ന് പ്രത്യേകിച്ച വേറൊരു ബുക്ക്, ഇതിൽ പറയുന്നത് അള്ളാഹുവിന്റെ ഇരു കൈകളും ബ്രാക്കറ്റിൽ ഇരുഭാഗവും വലതുഭാഗമാണ്. രണ്ട് കൈ എന്ന് പറഞ്ഞാല് രണ്ട് ഭാഗം എന്ന് പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ ഇരു കൈകളും ഇരുഭാഗവും വലതുഭാഗമാണ്. രണ്ട് ഭാഗവും കൂടി ഒരു ഭാഗം. ഇത്ര ബുദ്ധിയില്ലാത്ത ഒരു കക്ഷികളെ അള്ളാന്റെ ദുനിയാവിൽ വേറെ കേട്ടിട്ടുണ്ടോ? അള്ളാനെ പറ്റിയാ നിങ്ങൾ പിഴച്ചത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ അശ്അരിയാക്കൾ പേച്ചവരാണ് എന്ന് ഇവിടുന്ന് പറഞ്ഞില്ലേ? ഞങ്ങളൊക്കെ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം സ്വീകരിച്ച അശ്അരികളാണ്. സുന്നത്ത് ജമാഅത്തുകാർ അശ്അരി മാതുരീദി രണ്ട് പണ്ഡിതന്മാർ വിവരിച്ചതനുസരിച്ച് അഖീദ വിശ്വസിക്കുന്നവരാണ്. അവരെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞത് പേച്ചവര്? എന്നിട്ട് രണ്ട് ഭാഗവും ഒരു ഭാഗമാണ് എന്ന് പറയുന്ന നിങ്ങളാണോ മുസ്ലിമീങ്ങള്, മുജാഹിദീങ്ങളെ? അത് വെച്ചുകൊടുത്താൽ മതി അശ്അരികൾ പേച്ചവരാന്ന് പറഞ്ഞ്. അതൊക്കെ പഴച്ചുപോയ അശ്അരികൾ പറയും പോലെ, അതൊക്കെ പഴച്ചുപോയ അശ്അരികൾ പറയും പോലെ. ആരാ പിഴച്ചുപോയ അശ്അരി? ഇമാം ഗസ്സാലി അശ്അരിയാണ്, ഇമാമുൽ ഹറമൈനി അശ്അരിയാണ്, ഇമാം റാസി അശ്അരിയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് സഹോദരന്മാര് ഈ ഇമാമിങ്ങളൊക്കെ പിഴച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തെ നിങ്ങൾ കൊണ്ടെത്തിച്ചത് എവിടെയാണ്? മൂപ്പർക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലാതിട്ട് സിറാജ് പത്രത്തില് ഒരു പെണ്ണിന്റെ ചിത്രമുള്ള ജ്വല്ലറിന്റെ പരസ്യം വന്നു. സർക്കസിന്റെ പരസ്യം നിങ്ങൾ കൊടുത്തിട്ടില്ല? തിരൂരങ്ങാടി യത്തീംഖാനന്റെ നിങ്ങളെ യത്തീംഖാനന്റെ വലിയ ഒരു സുവനിയർ കൊടുത്തിട്ടില്ലേ? ബാങ്കിന്റെ പരസ്യം കൊടുത്തിട്ടില്ലേ?
ഞങ്ങളെ കൊണ്ട് അതൊക്കെ പറിക്കണോ? അതാണോ നമ്മുടെ ചർച്ചാ വിഷയം? അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ പറഞ്ഞു നാരിയത്ത് സലാത്ത്.